അസ്സലാമലൈക്കും. എന്തെല്ലാം ഉണ്ട് എല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? പിന്നെ ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ ഒരു ന്യൂസ് കാണാനിടയായി. ഒരു ഭയങ്കരമായിട്ട് മനസ്സ് വേദനിക്കുന്ന ഒരു ന്യൂസ് അറിയാലോ. 6 വയസ്സുകാരൻ കുളത്തിൽ വീണ് മരിച്ചു എന്നുള്ളത്. സത്യാവസ്ഥ എന്താണെന്ന് ന്യൂസ് കണ്ട എല്ലാവർക്കും അറിയാം. എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത്. പിന്നെ വല്ലാത്തൊരു വിഷമമായിപ്പോയി. രാവിലെ ഞാൻ എണീച്ച് വന്നപാടും ഈ ഫോണ് യൂട്യൂബ് തുറന്ന പാടുന്ന ഈ ന്യൂസാണ് ഞാൻ കാണാനിടയായത്. പിന്നെ എന്താ പറയണ്ട, 6 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊഞ്ചിച്ചും ലാളിച്ചും കുട്ടികളെ കൊണ്ടുപോകുന്ന ആ ഒരു പ്രായമാണത്. വല്ലാത്തൊരു വിഷമമായിപ്പോയി. നല്ല തടിയും നിറമൊക്കെ ഉള്ള നല്ലൊരു ഒരു കാണാൻ നല്ല ഭംഗിയുള്ളൊരു കുട്ടി. പിന്നെ എന്താ വെച്ചാൽ എന്താ അതിൻ്റെ സത്യാവസ്ഥ എന്നല്ല. ഒരു ചാനലിൽ കണ്ടപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ വീട്ടുകാർ കുട്ടീനെ അവൻ്റെ കൂടെ പറഞ്ഞു വിട്ടു എന്നാണ് കാണുന്നത്. എന്നാൽ വേറൊരു ചാനലിൽ കയറി നോക്കി ഞാൻ. ഒരു ചാനലിൽ കാണുന്ന മാത്രം നമുക്ക് അങ്ങോട്ട് അങ്ങനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ കഞ്ചാവിന് അഡിക്റ്റായ അവൻ്റെ കൂടെ വീട്ടുകാർ കുട്ടീനെ പറഞ്ഞു വിട്ടു എന്നാണ് കാണുന്നത്. പിന്നെ രണ്ടാമത്തെ അതിൽ നിന്നും പിന്നെ വേറൊരു ചാനൽ കയറിയിട്ട് ന്യൂസ് നോക്കിയാൽ അപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ CCTV അടക്കം കാണുന്നുണ്ട്. ഇവന് ജേഴ്സി അങ്ങനെ ഇട്ടിട്ട് മുന്നിൽ ഓടുന്നുണ്ട്, അതിൻ്റെ പുറകിൽ ഈ കുട്ടി ഓടുന്നുണ്ട് എന്നാ കാണുന്നത്. അല്ലാണ്ട് കുട്ടീനെ കൈ പിടിച്ച് ഇങ്ങനെ നടത്തിക്കൊണ്ടുവന്നതായിട്ട് കാണുന്നില്ല. പിന്നെ അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് CCTV ഇപ്പോൾ കളവ് അറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ കളിക്കാൻ പോകാമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയോ? ഗ്രൗണ്ട് ഒക്കെ ഉണ്ടാവുമല്ലോ വൈകുന്നേരം ടൈമിൽ കളിക്കുന്നത്. വൈകുന്നേരമാണല്ലോ പിന്നെ കാണാതാവുന്നത്. അപ്പോൾ വാന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയതാണോ, ഇവന് ഓടുമ്പോൾ കുട്ടി അതിൻ്റെ പുറകിൽ ഓടിയതാണോ ഒന്നും അറിയുന്നില്ല. എന്തായാലും ഒറ്റൊരു ദിവസം കൊണ്ട് ഒരു വൈകുന്നേരം വാന്ന് പറഞ്ഞ് വിളിച്ച് കൊണ്ടുപോയത് സാധ്യത കുറവാണത്. കാരണം എന്താ വെച്ചാൽ പല ദിവസങ്ങളായിട്ട് നോട്ടിട്ട് വെച്ചിട്ടുണ്ടാവും. നോട്ടിട്ട് വെച്ച് അതിനുള്ള സമയം സന്ദർഭം എല്ലാം കണക്കാക്കിയിട്ടായിരിക്കണം പ്രതി ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഭയങ്കരമായിട്ട് പിന്നെ വിഷമമായി ഇത് കണ്ടപ്പോൾ. ആ ന്യൂസ് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമമായി. എന്താ വെച്ചാൽ പിന്നെ നമുക്കുണ്ട് മക്കൾ. എനിക്കുണ്ട് ഒരു മോനുണ്ട്. മോനെ ആദ്യം 6 വയസ്സിൽ നിന്ന് 5 വയസ്സിൽ നിന്നൊക്കെ നമ്മൾ മദ്രസ ചേർത്തപ്പോൾ ഈ മദ്രസയിൽ പോകുന്ന സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു കൊടുക്കും, ആരെങ്കിലും പിന്നെ വാ നമുക്ക്, അതായത് നേരെ റോഡുണ്ട്, അപ്പോൾ ഈ റോഡിലൂടെ അല്ലാതെ വാ നമുക്ക് ഇടവഴിയുണ്ട്, പിന്നെ വേഗത്തുന്ന വഴിയുണ്ട്, വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞു കൊടുക്കും കേട്ടോ. ഞാനൊരു ആൺകുട്ടി ആയാലും നമ്മൾ വിചാരിക്കും പെൺകുട്ടികളെ മാത്രം ശ്രദ്ധിക്കുള്ളൂ, പെൺകുട്ടികൾ മാത്രമേ പിന്നെ അങ്ങനെ പെൺകുട്ടികളെ മാത്രമേ പിടിച്ചുകൊണ്ടുള്ളൂ, അങ്ങനെ ചെയ്യാൻ ഉപദ്രവിക്കുള്ളൂ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ആൺകുട്ടികൾ ഉപദ്രവിക്കുന്ന ചെറ്റ നാറികളുണ്ട്. കഞ്ചാവ് അടിച്ചിട്ട് അവന് പിന്നെ എൻ്റെ പിന്നെ കൂടപ്പിറപ്പേതാ എൻ്റെ മക്കളേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത തെമ്മാടികളും ഉണ്ട്. നമ്മളെ നാട്ടിലടക്കം ഞാൻ സംസാരിക്കുന്ന എൻ്റെ നാട്ടിലടക്കം ഉണ്ടാവും, അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഒരിക്കലും ഒരു കഞ്ചാവിന് നാട്ടുകാർ പറയുന്ന കഞ്ചാവിന് അഡിക്റ്റായ ഒരുത്തനോ മാതാപിതാക്കൾ ഒരിക്കലും അങ്ങനെ മക്കളെ വിടൂല, എന്തായാലും വിടൂല. ഞാൻ അവൻ്റെ കൂടെ ഇന്ന സ്ഥലത്ത് പോവുകയാണെന്ന് കുട്ടി പറഞ്ഞാലും വിടൂല. ഇത് വീട്ടുകാർ കാണാതെ കളിസ്ഥലത്ത് നിന്ന് കുട്ടി ഓടിയതാവാനാണ് സാധ്യത. അപ്പോൾ ഞാൻ എൻ്റെ മോനോട് പറയുമായിരുന്നു, പിന്നെ മദ്രസയിൽ പോകുന്ന സമയത്ത് ആ സമയം രാവിലെ ടൈമാണ്, നമുക്ക് പിന്നെ സ്കൂൾ പോകുമ്പോൾ നമുക്ക് പേടിക്കാനില്ല, പോകാനും വണ്ടിയുണ്ട് തിരിച്ച് കൊണ്ടുവരാനും വണ്ടിയുണ്ട്, സേഫാണ് കുട്ടികൾ, ഒന്നും സംഭവിക്കില്ല. പക്ഷെ മദ്രസ പോകുമ്പോൾ അങ്ങനെയല്ല. മദ്രസ പോകുമ്പോഴും വരുമ്പോഴും ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. ഞാൻ അവനോട് പറയുമോ അങ്ങനെ പോകരുത് മോനെ, പോകരുത് എന്ന് കുറേ ടോനെ. ഞാനൊരു ഉമ്മയാണ്, ഡെയിലി രാവിലെ ഉണർന്നുമ്പോൾ പറഞ്ഞു കൊടുക്കും, മോനെ പിന്നെ വിളിച്ച് അഥവാ എനിക്ക് കൊണ്ടാക്കാൻ പറ്റിയില്ല, ചെറിയൊരു കുട്ടിയും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഈ കുട്ടി ഉറങ്ങുന്നതാണെങ്കിൽ എനിക്ക് മൂത്ത കുട്ടീനെ കൊണ്ടാക്കാൻ പറ്റില്ല, കാരണം ഇവിടെ വേറെ ആരും ഇല്ല കുട്ടീനെ നോക്കാൻ. അപ്പോൾ എനിക്ക് അങ്ങനെ കൊണ്ടാക്കാൻ പറ്റില്ല. ഈ ഉറങ്ങുന്ന കുട്ടീനെ എടുത്തിട്ട് പോകാനും പറ്റില്ലല്ലോ. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ഡെയിലി പറഞ്ഞു കൊടുക്കണം, നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. നമ്മൾ പിന്നെ മക്കളങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൽ പറയാൻ നമ്മൾ ജീവിക്കുന്നത് എന്തിനാ, നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല പിന്നെ. അപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടാനില്ല. ഓരോരാളെക്കുറിച്ച് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം. സത്യമായിട്ട് നമുക്ക് മോശമായിട്ട് തോന്നിയ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, എൻ്റെ നാട്ടിൽ എനിക്കൊരാളങ്ങനെ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആളെ പേര് വ്യക്തമാക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇന്ന അയാൾ വിളിച്ചാൽ പോവരുത്. സ്കൂളിൽ വരെ ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ട്, പോവരുത്, അയാളെന്ത് തന്നാലും വാങ്ങിക്കരുത്. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവന്. ഇപ്പോൾ അവന് 9 വയസ്സിന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതാ പറഞ്ഞത്, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മക്കളൊരിക്കലും പോകില്ല. എന്താ ചെയ്യണ്ട, ആ കുട്ടീൻ്റെ വിധി അങ്ങനെ പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഞാൻ മക്കളെന്തിനും നമ്മൾ അയൽവക്കക്കാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലമായത്. ഞാൻ എവിടെയെങ്കിലും ടൗണിലായിട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകേണ്ടി വന്നാൽ ഞാൻ സമയം നോക്കും. കാരണം 3 മണിക്ക് അങ്കണവാടി വിടും, പിന്നെ ഈ 3 മണിക്ക് അങ്കണവാടി വിട്ടാൽ 4 മണിക്ക് സ്കൂൾ വിടും. അപ്പോൾ ഈ 2 ടൈമിൻ്റെയും ഇടയിൽ ഞാൻ എത്തിയിട്ടില്ലെങ്കിൽ മക്കളെ ഞാനെന്താ പരിപാടി, എനിക്ക് മനസ്സിലാവും. ഞാൻ ഇന്ന ആവശ്യത്തിന് പോയി ഇന്ന ടൈമിന് എത്തുമെന്ന് എനിക്കറിയാലോ. അപ്പം ഞാൻ എന്താ പണിയാന്ന് വെച്ചാൽ ഈ 2 ടൈമിൻ്റെ ഇടയിൽ പിന്നെ മുന്നേ ആയിട്ട് ഞാൻ എത്തൂടാന്ന് തോന്നിക്കുന്നു, ഞാൻ ഈ 2 മക്കളെയും കൂട്ടിയിട്ട് പോകും. അതാണ് അവസ്ഥ. ഞാൻ അടുത്ത അയൽവക്കത്തെ വീട്ടിൽ ഞാൻ ആക്കലില്ല, എൻ്റെ മക്കൾ 2 ഞാൻ ആക്കില്ല. നല്ല ആൾക്കാരാണ്, നല്ല അയൽവക്കക്കാർ. പക്ഷേ ഏതെങ്കിലും ഒരു നേരം മനസ്സ് മാറിയാലോ എന്ന് നോക്കി ഞാൻ ആക്കലില്ല, എവിടെയും ഞാൻ ആക്കലില്ല. അപ്പം അതാണ് അവസ്ഥ. എൻ്റെ മക്കളെ എല്ലാവരും മക്കളെ നന്നായിട്ട് സൂക്ഷിക്കുക. നമ്മൾ വിചാരിക്കുക ആൺകുട്ടികളാരെന്തുകൊണ്ടാണ് ആൺകുട്ടികൾ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ആൺകുട്ടികളെ ഉപദ്രവിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ചെറ്റ നായ്ക്കളുണ്ട്. നാട്ടുകാരെ തല്ലിക്കൊല്ലേ ചെയ്യേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിങ്ങനെ നിറഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാരൊന്ന് മീനിട്ട് വിട്ടാൽ മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ നിയമം അങ്ങനെ ആയിപ്പോയി. ഓനോ ഇറങ്ങാണ്ടിരിക്കില്ല. ഇതിന് വലിയ ക്രൂരത ചെയ്തവരെ ഇറങ്ങിയില്ല, പിന്നെ പോലെ ഇറങ്ങാണ്ടിരിക്കുമോ?